ഹായ് ഹലോ അസ്സാമലൈക്കും. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മളെ സുന്ദരിക്കുട്ടിക്ക് ഇന്ന് 1 വയസ്സ് തികഞ്ഞു. അപ്പം അതിൻ്റെ ചെറിയ പരിപാടിയും പ്രോഗ്രാമാണ്. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയാണ്, വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ വാപ്പച്ചി ബർത്ത്ഡേ പാർട്ടിയുടെ ഡെക്കറേഷനുള്ള പരിപാടിയിലാണ് കേട്ടോ. 100 ബലൂണും കൊണ്ടുവക്കണം. അപ്പോൾ അത് വീർപ്പിച്ചിട്ട് കേട്ടോ. വൈറ്റും റോസാണ് അവളെ ഡ്രസ്സിൻ്റെ കളറ്. പിങ്ക് റോസും വൈറ്റ്. അപ്പോൾ ആ കളറിൽ തന്നെ 2 കളറിൽ ബലൂണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് അങ്ങനെ വീർപ്പിച്ചെടുക്കുകയാണ്. മറ്റോണ്ട് വീർപ്പിച്ചാൽ മുതലാവില്ല വിചാരിച്ചിട്ട് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലാണ് വീർപ്പിക്കുമ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ തന്നെ ആക്കി. അങ്ങനെ രാവിലെ ബലൂണിൻ്റെ സെറ്റപ്പിലായിരുന്നു. നമ്മൾ ബർത്ത്ഡേ കുട്ടി ഇതൊക്കെ കണ്ടിട്ട് നല്ല കളിയിലാട്ടോ. ബലൂൺ ഇങ്ങനെ ഉയർപ്പിക്കാൻ കണ്ടിട്ട് കല്ല് പൊലി വയ്ക്കുന്നു, തട്ടാനും ഇതിനൊക്കെ നോക്കണത്. എന്തായാലും അവൾ നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ റോസും വീർപ്പിച്ച് വൈറ്റൊക്കെ വീർപ്പിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 ഉള്ളത് 4 കൂടി 4 സെറ്റ് കൂടി വേണം കേട്ടോ. വലിയ മോഡലൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. ചെറിയ മോഡലാക്കുകയാണെന്ന് ഉദ്ദേശിച്ചിട്ട് ഓരോ മോഡലാക്കാമെന്ന് വിചാരിച്ച മാതിരിയൊക്കെ ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഇതൊക്കെ ഉണ്ട്, എന്നാലും മേക്കർമാരൊക്കെ ചെയ്തിരിക്കണ്. അങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കിക്കണു. 2 വൈറ്റും റോസും കൂടി മിക്സ് ചെയ്ത് കെട്ടി വെച്ച്, പിന്നെ നമ്മൾ ഒരു ചെറിയ ബലൂണിൻ്റെ സെറ്റപ്പിൽ ചെയ്ത് വെച്ചിരിക്കണം. അതാണ് എൻ്റെ സെറ്റപ്പ്. ഞാൻ ഒരു ലൈറ്റിൻ്റെ ചെറിയ പരിപാടി ഉണ്ട്. കടയിൽ നിന്ന് കൊണ്ടുതന്നെ ലൈറ്റും, അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണ്ടോ. ഞങ്ങൾ വിചാരിച്ച മാതിരിയൊക്കെ ഞങ്ങൾക്ക് വയ്ക്കുന്നമാരൊക്കെ സെറ്റ് ചെയ്തിക്കണം. നിങ്ങളെ അഭിപ്രായം അറിയിക്കൊണ്ടോ. ബലൂണ് വീർപ്പിച്ച് വെച്ച് സെറ്റ് ചെയ്തത് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരമായിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഒരു വൈകിട്ടായപ്പോഴത്തേക്കും സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുന്ദരനെ ഒരുക്കി കൊടുത്തു. ഡ്രസ്സൊക്കെ മാറ്റി നേരത്തെ ഒരുക്കി കൊടുത്തിരുന്നു. കാരണം അവളെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചിട്ടേ നേരത്തെ ഒരുക്കി കൊടുത്ത്. അങ്ങനെ അവളെ ഫോട്ടോയും വീഡിയോ ഒക്കെ പിന്നെ എടുക്കലായിരുന്നു. പക്ഷേ അവൾക്ക് ഭയങ്കര കുറുമ്പ്, എന്താണെന്നറിയില്ല. ഒന്നിനും സമ്മതിക്കുന്നുണ്ടാവില്ല, ഫോട്ടോ എടുക്കാനൊന്നിനും സമ്മതിക്കുന്നുണ്ടാവില്ല. ഡ്രസ്സ് ഇട്ടിട്ട് അവൾക്ക് ഭയങ്കര പൊറുതിയിലായിട്ടാണ് എന്താണെന്നറിയില്ല. എന്തായാലും 3-4 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ഒന്നാമത് വെയ്യാൻ തോന്നുന്നു. ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട് അവൾക്ക്. നമ്മുടെ പരിപാടി വൈകുന്നേരം കേട്ടോ. മരുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ നിന്ന് മാമനും ഉമ്മയും കൂടി എത്തിയിരുന്നു. സാബുക്ക് കിട്ടിയ വണ്ടി കേട്ടോ. എനിക്ക് ഭയങ്കര പൊലിവായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും വന്നിരുന്നില്ല. അപ്പോൾ വണ്ടിമ്മ തന്നെയായിരുന്നു. കുറച്ച് നേരം വണ്ടിമ്മ കളിക്കായിരുന്നു. 6:30 ആയപ്പോഴത്തേന് നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതാട്ട ബർത്ത്ഡേൻ്റെ കേക്ക് ഇവിടെ ഓർഡർ ചെയ്താണത്. അമ്മായി ഉണ്ടാക്കി തന്നതാണ്. അമ്മായി ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം അമ്മായി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മായിയുടെ വകയായിരുന്നു കേക്ക്. പിന്നെ മറ്റേ കേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അത് 2 കൂടിയുള്ള കേട്ടോ. അത് ഈ മാസം തന്നെയാണ് സാധുട്ടിയുടെ ബർത്ത്ഡേ. 16-നാണെന്നുള്ളൂ. അപ്പോൾ ഇനി അവനക്കായിട്ട് വേറെ പരിപാടി നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ട് 2 കൂടി ഒപ്പമായിട്ടുള്ള ഫോട്ടോ ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. സർപ്രൈസായിട്ട് കിട്ടിയാൽ കേട്ടോ. ഞങ്ങൾക്കത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ പപ്പ വന്നിരുന്നു. പപ്പ എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്.
ഉപ്പാക്കുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് എടുക്കാനൊന്നും വെച്ചില്ല കേട്ടോ. എന്തായാലും കേക്ക് കട്ടിങ്ങൊക്കെ സൂപ്പറായി. Chasing stars and holding you. I can't see the end, but we'll see it through. പിന്നെ മറ്റേ കേക്ക് കട്ടിങ് ആയിരുന്നു വാപ്പച്ചിയും കൂടി മോളും കൂടിയാണ് കട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി സാദിനെ കൊണ്ട് കേക്ക് പൊറിപ്പിക്കണമെന്നാണ് പറയണത്. കാരണം അവനിനി കഴിക്കണില്ല, ഞാൻ അവരൊന്നും മാമനൊന്നും വരില്ല, അപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കൊണ്ടും കൂടി കട്ട് ചെയ്യിച്ചു. ഉപ്പച്ചിയും മോനും കൂടി കട്ട് ചെയ്തത് അവൻ്റെ ഫോട്ടോത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തത്. രണ്ടാളെയും ഫോട്ടോയും കൂടി വെച്ചിട്ടായിരുന്നു കേക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതങ്ങനെ കട്ട് ചെയ്തു, അവൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് അവനെ കട്ട് ചെയ്ത്. കേക്ക് കട്ടിങ്ങും കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ഗിഫ്റ്റ് കൊടുക്കലെത്തിട്ടോ. നമ്മളെ ബത്തൂല് കേക്ക് കട്ടിയുടെ ക്ഷീണത്തിൽ മിഠായി കൈ പിടിച്ച് പോണേ നല്ല കളി കേട്ടോ. ഇപ്പോൾ പറ്റ ക്ഷീണിച്ചു എന്ന് പറയുന്നത് ആകെ ഏറൊക്കെ പിടിച്ചിരിക്കുന്നു. നമ്മളെ സാധുട്ടി ഈ വണ്ടി കണ്ടപ്പോൾ പിന്നെ വണ്ടി കൊണ്ട് പോന്നിട്ടില്ല കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടി മൊത്തത്തിൽ പോയി നിന്ന് കളിക്കാൻ. പിന്നെ മാമൻക്കും മേമാക്കും കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് അവർ രണ്ടാളും വീഡിയോ കോൾ വിളിച്ചിരുന്നു. ഞാൻ അവളെ വിളിച്ച് കാണിച്ചിരിക്കുന്നു കേട്ടോ കണ്ടത്. പിന്നെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാൻ നിർത്തി. കുട്ടികൾക്ക് ആദ്യം കൊടുത്തത് ഭക്ഷണം. പിന്നെ അവരെ കൂട്ടുകാരന്മാർ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ കൂട്ടുകാരന്മാരെത്തിയത് കേട്ടോ. നേരത്തെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കഴിച്ച്. പിന്നെ അവരുടെ കൂട്ടുകാരന്മാരെത്തി അവർക്കും കേക്ക് കട്ട് ചെയ്തതും മുട്ടായി ഇതൊക്കെ കൊടുത്തു. അവർ ഫുഡ് കഴിക്കാനൊക്കെ എടുത്തു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറിലാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലും ഹാപ്പിയിലുമാണ്. ഞങ്ങൾ വിചാരിക്കണം ഞങ്ങൾ നല്ല ഹാപ്പിയാണ്, ആർക്കും ഹാപ്പി ഇല്ലെങ്കിലും ഞങ്ങൾ നല്ല ഹാപ്പിയിലായിരുന്നു. അവൾ സുന്ദരി നല്ല ഹാപ്പിയിലായിരുന്നു. ചെറിയൊരു പരിപാടിയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.